IVF ചികിത്സയിലൂടെ ട്വിൻസും ട്രിപ്ലെറ്റ്സും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ 2 or 3 ഭ്രൂണങ്ങൾ ചിലപ്പോൾ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും. അതിൽ ഒന്നെങ്കിലും അതിൽ പിടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ അത് എല്ലാം പിടിച്ച് ട്വിൻസും ട്രിപ്ലെറ്റ്സും ആകാം. നമ്മുടെ നാട്ടിലെ ഈ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ട്വിൻ പ്രഗ്നൻസി വളരെ സ്വീകാര്യമാണ്. കാരണം 10-15 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ 2 കുട്ടികളെ ഒരുമിച്ച് കിട്ടുന്ന സന്തോഷമായിരിക്കും മിക്കവർക്കും. പക്ഷേ ട്രിപ്ലെറ്റ് പ്രഗ്നൻസി മിക്കപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവും. മാസം തികയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പ്രസവിച്ചു പോയി 3 കുട്ടികൾക്കും ബുദ്ധിമുട്ടാകാം. അതുകൊണ്ട് 12 ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു പ്രൊസീജിയർ, ഒരു ഫീറ്റൽ റിഡക്ഷൻ എന്നൊരു പ്രൊസീജിയർ ചെയ്ത് ട്രിപ്ലെറ്റ് പ്രഗ്നൻസിയെ ട്വിൻസ് ആക്കി കുറയ്ക്കാവുന്നതുമാണ്. ചില സ്ത്രീകൾക്ക് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് കാരണം അല്ലെങ്കിൽ ഗർഭപാത്രത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ട്വിൻസ് പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എംബ്രിയോസിനെ എക്സ്റ്റെൻഡഡ് കൾച്ചർ ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ആക്കി ആ സ്റ്റേജിൽ ഭ്രൂണം യൂട്രസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ട്വിൻ പ്രഗ്നൻസിയുടെ സാധ്യതയും നമുക്ക് കുറയ്ക്കാം.